ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. അധികം കഷ്ണങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊക്കെ പറ്റിയ അടിപൊളി സാമ്പാർ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ കുറച്ച് പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പാർ നല്ലോണം കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് സബോള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് വരെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിന് ശേഷം നമ്മളൊരു നെല്ലിക്ക മുഴുപ്പിന് പുളിയെടുത്ത് അതും കുതിരാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പച്ചക്കറിയായിട്ട് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ബീൻസ്, പയർ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ബീട്രൂട്ട്, മത്തൻ, നമ്മളെടുത്തിരിക്കുന്ന പച്ചക്കറികളോട്ട്. എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടുതലിടും, ഇവിടെ പിള്ളേർക്ക് അതിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ചേർക്കാം. മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഇത്തിരിയും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. വേറെ ഇതൊക്കെ തന്നെ മതി, ഇത് ധാരാളം. പിന്നെ നമ്മൾ എല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മുടെ പരിപ്പിനെ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ നമ്മൾ ഈ പരിപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പുളീനെ നല്ലോണം ഒന്ന് കൈവച്ച് ഞരടിയിട്ട് അതിനെ പിഴിഞ്ഞ് നമുക്കതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുള്ളതാണ്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അതിൽ നമ്മൾ 3 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും, അത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, 3 ടേബിൾ സ്പൂണ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കുക. പിന്നെയും തിക്കായിട്ടിരിക്കുവാണെങ്കിൽ മാത്രം രണ്ടാമത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇനിയും സാമ്പാറിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറേ വെള്ളമായി പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഒഴിച്ച് കൊടുത്ത വെള്ളം എനിക്ക് പോരായിരുന്നു, കാരണം അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് വിട്ടതിന് ശേഷം 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുപ്പോഴത്തും നമ്മുടെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവേ. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുവാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണ് കടുകിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വറ്റൽമുളക് നടുവേ കീറി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇഡ്ഡലിയുടെയൊക്കെ കൂടെ നിങ്ങളൊന്ന് നോക്കിയാൽ എന്തായാലും ഇങ്ങനെ തന്നെ സാമ്പാർ വെക്കത്തുള്ളൂ. ഇത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.